എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ശിവരാത്രി. ഇപ്പോൾ കുറേ നാളായി എൻ്റെ ചാനലിൽ പുതിയ വീഡിയോസൊക്കെ വന്നിട്ട്, അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തതും ഇടാത്തതും ഒക്കെ. അപ്പോൾ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു, വീഡിയോ ഒന്നും ഇടാത്തതിലും ഇതിലൊക്കെ. അപ്പോൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേറെ ഒന്നുമല്ല, കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഇന്ന് വിളക്ക് കത്തിപ്പാണ്. അപ്പോൾ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഇന്ന് വിളക്ക് കത്തിക്കുകയാണ്. അങ്ങനെ രാവിലെ അങ്ങനെ അവിടെ എത്തി. അപ്പോൾ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. എന്തായാലും നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഇതാണ് നമ്മളെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി. ഞാനവിടെ കാറിവിടെ പാർക്ക് ചെയ്തു. അമ്മയച്ചനൊക്കെ അങ്ങ് മുകളിൽ പോയി. അവിടെ പരിപാടി നടക്കുന്ന സമയം ഇപ്പം 9:40 കുറച്ച് ലേറ്റായിപ്പോയി വന്നപ്പോൾ. 10-12 സ്റ്റെപ്പ് കയറി വേണം മുകളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് പോവാം. അച്ഛനും വല്യച്ഛനൊക്കെയാണ് അവിടുത്തെ പൂജാരിമാർ. ഇത് നമ്മുടെ കുടുംബക്ഷേത്രമാണ്. നമ്മുടെ പനപ്പൂപ്പന്മാരായിട്ട് കുടുംബക്ഷേത്രമാണ്. കുടുംബക്കാരാണ് ഇവിടുത്തെ ബാക്കി പൂജയും ഇതും എല്ലാം ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. തോട്ടുക്ക് കളവെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. കുടുംബക്ഷേത്രം ആയതുകൊണ്ടും. അപ്പച്ചിയും ചേച്ചിയും കൂടെയാണ് കേട്ടോ. പൊങ്കാലയൊക്കെ ഇട്ട് നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം നല്ല ലേറ്റായി. അവർ നേരത്തെ അവിടുത്തെ ചടങ്ങുകളൊക്കെ തുടങ്ങി. ഒരു പൊങ്കാലയും പായസവും ഒക്കെ ഇട്ട് പിന്നെ കുടുംബക്കാരെല്ലാവരും വന്ന്, പിന്നെ നമുക്ക് പിള്ളേരും ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അപ്പച്ചി പായസമൊക്കെ ഇട്ട് ഇറക്കി അടുപ്പ് അണച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പൂജയ്ക്കുള്ള സമയമായതുകൊണ്ട് പിന്നെ പൂജയൊക്കെ തുടങ്ങി, കർപ്പൂരമൊക്കെ കത്തിച്ച് ഇതെല്ലാം ഒക്കെ ആയി. പിന്നെ എല്ലാവരും പൂജ സമയത്ത് ദീപാരാധനയും ഇതൊക്കെയായിരുന്നു. പിന്നെ എല്ലാ ആൽത്തറകളിലും പോയി പൂജ ഒക്കെ നടത്തി. നേദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെയൊക്കെ ചേർന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ വല്യച്ഛനാണ് അവിടുത്തെ പൂജാരി. അച്ഛൻ്റെ ചേട്ടൻ പുള്ളിയാണ് അവിടുത്തെ പൂജയും ബാക്കി അമ്പലം എല്ലാം നോക്കുന്നതും കൊണ്ടുപോകുന്നതെല്ലാം പുള്ളിയാണ്. പിന്നെ ബാക്കി കുടുംബക്കാരെല്ലാവരും ഉണ്ട്, സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. പുള്ളിയാണ് അവിടുത്തെ മെയിൻ പൂജാരി. പിന്നെ എല്ലാ മാസവും എല്ലാ 1-ാം തീയതി വിളക്ക് എത്തിക്കുന്നതും അമ്പലത്തിൻ്റെ കാര്യമെല്ലാം നോക്കുന്നത് പുള്ളിയാണ്. അപ്പോൾ പുള്ളി തന്നെയാണ് അവിടുത്തെ മെയിൻ പൂജാരി. ഞാനും ഗോപും കൂടെ പായസം കുടിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇവിടുത്തെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി. ഇനി അവസാന ഘട്ടം, അതുപോലെ ബാക്കി കുറച്ചൊക്കെ ഉള്ളൂ. എല്ലാം ശുഭമായിരുന്നു. അങ്ങനെ നമ്മളെ ഇവിടുത്തെ ചെറിയൊരു പൊങ്കാലയും പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇപ്പം ബാക്കി അവസാന ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ബായ്.